എനിക്ക് ഹിന്ദി അറിയില്ല. ഇതാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ ഉത്തരം. മലയാളികളായ 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ പോലീസ് പിടിച്ചതിന് കേരളത്തിലെ കേന്ദ്രമന്ത്രിമാരിൽ 2-ൽ ഒരാളുടെ അഭിപ്രായമാണിത്. സുരേഷ് ഗോപിയുടെ പൊടി പോലും കാണാനില്ല. പാർലമെന്റിലുണ്ടെങ്കിലും ഈ വിഷയത്തിൽ കമ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. രണ്ടാമനായ ജോർജ് കുര്യനോ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ കൊടുത്ത മറുപടിയാണ് എനിക്ക് ഹിന്ദി അറിയില്ല എന്ന്. ജോർജ് കുര്യനെ സംബന്ധിച്ച് തന്റെ അതേ സമുദായത്തിൽ അപമാനിക്കുന്നതിന് തുല്യമായി ഇക്കാര്യത്തിൽ ഒരു മറുപടി പോലും പറയാനില്ല എന്നത് നാണക്കേടുണ്ടാക്കുന്നു. ഇതൊരുമാതിരി മുട്ടാപ്പോക്ക് മറുപടി മാത്രമാണ്. BJP മാത്രമാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നാണ് ജോർജ് കുര്യൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീകളെ പിന്തുണച്ചെത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ RSS ചേർന്ന് മൂലക്കിരുത്തിയിട്ടുമുണ്ട്. പറഞ്ഞും പോയി RSS പിടിച്ച് കുടഞ്ഞു എന്ന് ചെയ്തെന്നായപ്പോൾ നട്ടോട്ടമോടുകയാണ് ഇപ്പോൾ. ഇടതുപക്ഷവും വലതുപക്ഷവും ജയിപ്പിക്കുന്നതിൽ അധികവും നാമാധാരി പട്ടികജാതിക്കാർ മാത്രമാണെന്ന BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പരാമർശം കൂടി എത്തുമ്പോൾ BJP കോളം പൂർത്തിയാകുന്നു. ഒരാൾക്ക് മറുപടിയില്ല, മറ്റൊരാൾ കൈമലർത്തി, മൂന്നാമൻ മൂലക്കിരിപ്പായി, വേറൊരുവൻ പൂർണ്ണമായിട്ടും തള്ളി. അങ്ങനെ BJPക്ക് കേരളത്തിൽ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ്. മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഉത്തരമില്ലാതെ ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ വിമ്മിഷ്ടപ്പെടുകയാണ്. വിഷയത്തിൽ പ്രതികരണം തേടിയ മാധ്യമങ്ങളെ പരിഹസിക്കുകയും മാധ്യമപ്രവർത്തകരുടെ രാഷ്ട്രീയം തിരക്കുകയുമായിരുന്നു ജോർജ് കുര്യൻ ആ സമയം ചെയ്തത്. ക്രൈസ്തവ സഭകളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ നേതാവല്ലേ താങ്കൾ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകൻ ചോദിച്ചതോടെ ഊട്ടിയുറപ്പിക്കുക എന്ന വാക്കിലെ അക്ഷരപിശക ചൂണ്ടിക്കാണിച്ചായിരുന്നു ജോർജ് കുര്യന്റെ മറുപടി. മലയാളം ശരിക്കു പഠിക്കണം. ആനയൂട്ട് എന്ന് കേട്ടിട്ടില്ലേ എന്നും ജോർജ് കുര്യൻ ചോദിക്കുന്നു. സംഘപരിവാർ സംഘടനകൾ കന്യാസ്ത്രീകളെ എതിർക്കുകയാണെന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ താൻ കണ്ടില്ല, സൈബർ കണ്ട് പേടിക്കേണ്ട, അവിടെ സഖാക്കളും കോൺഗ്രസുകാരും സംഘികളാകും, തിരിച്ചുമാകും എന്നാണ് ജോർജ് കുര്യൻ ഉരുണ്ട് കളിക്കുകയായിരുന്നു. അതേസമയം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കുന്ന പരിപാടി ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഇടത് പ്രതിനിധികൾ. തിരുവനന്തപുരം കള്ളിക്കാട് സംഘടിപ്പിച്ച ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ജനപ്രതിനിധികൾ ബഹിഷ്കരിച്ചത്. ജോർജ് കുര്യന്റെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. അത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എല്ലാ തലങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്ന് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എങ്ങനെ കന്യാസ്ത്രീകളെ ജയിലിൽ അവിടെ എത്ര നാൾ ദീർഘം കിടത്താം എന്നുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ആദ്യം തന്നെ ശ്രീ അനൂപ് ആന്റണിയെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഛത്തീസ്ഗഡിലെ ഭരണകൂടവുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളായിട്ടുള്ള അദ്ദേഹത്തിനെ അങ്ങോട്ട് അയക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹവും ശ്രമം നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. വളരെ നമുക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്ത കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഇത് നടക്കുമ്പോഴും സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷ, അത് NIA കോടതിയിലേക്ക് കേസ് പോവുകയാണ്. സന്തോഷമുള്ള നടപടികളല്ല അവിടെ നിന്ന്. അല്ല, അതിൻ്റെ അകത്തൊരു വിഷയം, ഇതിൻ്റെ അകത്ത് ഇടപെടുന്നവരെല്ലാം ഒരു കാര്യം കണ്ടുപിടിക്കണം. മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ പോയി. അത് ഈ കോൺഗ്രിഗേഷൻ്റെ അതായത് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് ചുമതലപ്പെടുത്തിയ ആളല്ല. ഇന്നലെയും ഞാൻ CBCIയോട് ചോദിച്ചിരുന്നു, അത് അവരും ചുമതലപ്പെടുത്തിയ ആളല്ല. നടപടികൾ പൂർത്തിയാക്കാതെ ഒരു ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും അത് തള്ളുകയാണ് ആദ്യത്തെ നടപടി. ഇപ്പോൾ ഇവർക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഭയങ്കര മതേതരവാദികളും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ആറ്റുചാലിലച്ഛൻ്റെ നട്ടെല്ല് തകർക്കുമ്പോൾ അതിനുള്ള മിണ്ടുകല, കാരണം PFIക്കാരായതുകൊണ്ട്. പാലാ ബിഷപ്പിന് എതിരെ പ്രകടനം നടത്തുമ്പോൾ പാലാ ബിഷപ്പിന് എതിരെ കേസെടുക്കണമെന്നാണ് VD സതീശൻ പറഞ്ഞത്. അതപ്പുറത്ത് PFI ആയതുകൊണ്ട് അവരൊന്ന് പറയണം, ഈ ആരാണ് ആ ജാമ്യാപേക്ഷ കൊടുത്തതെന്ന്. അതാണ് അതിൻ്റെ തുടക്കം. കാരണം പോലീസ് ഞായറാഴ്ച രാവിലെ തന്നെ ഈ മാതാപിതാക്കളെ കൊണ്ടുവന്നിരുന്നു. അവർ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച ജാമ്യാപേക്ഷ കൊടുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അന്ന് കൊടുത്തില്ല. ഇവർ ആദിവാസികളാണ്, പാവം മനുഷ്യരാണ്. അവർ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ചൊവ്വാഴ്ച ഇവർ പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ്
അതായത് ഇവരെ ഹാജരാക്കണം കോടതിക്ക് നടപടി വേണമെങ്കിൽ. ഇവർ പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ജാമ്യാപേക്ഷ അപ്പം തന്നെ തള്ളി. അപ്പോൾ അത് ഈ ഭയങ്കര ക്രിസ്തീയ വിശ്വാസികളും മതേതരവാദികളും ഒക്കെ ആയിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് അറിയാമെങ്കിൽ അതൊന്ന് പറയുന്നതല്ല, മാധ്യമങ്ങൾ വന്ന് കണ്ട് പിടിക്കണം.